അതെ, ഇപ്പൊ ലോഡ് ഇപ്പൊ സമയം 12 മണിക്ക് നമ്മള് ലോഡ് വെച്ചിട്ടൊന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് വണ്ടി എടുത്താട്ടാ. അപ്പോ നല്ല സെറ്റാണ്. വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പിടിച്ച് ഇറങ്ങുന്ന കണ്ടില്ലേ. വണ്ടിക്ക് സൗണ്ട് വ്യത്യാസം നമുക്ക് കിട്ടും. നമ്മൾ 9 മണിയാകുമ്പോൾ ഇനി ചെക്ക് പോസ്റ്റ് അടയ്ക്കും. പിന്നെ അടച്ചാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് വണ്ടി നിർത്തണം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്ത് കുടുങ്ങി. പിന്നെ പൂക്കളി നടക്കാനാട്ടാ. നമ്മുടെ മൈസൂർ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഗുണ്ടൽപേട്ടൊക്കെ അടുത്ത് എത്തനോടത്താണ് നമ്മൾ പൂക്കാനായിട്ട് വണ്ടി നിർത്തേക്കുന്നത്. കറക്റ്റ് കിട്ടി എന്തായാലും. എന്താ നല്ല രസമായിരിക്കും. മൈസൂരെത്തി. റൈറ്റ് പോയാൽ മൈസൂർ ടൗണിലേക്കൊക്കെ കയറാം. സമയം ഇപ്പോൾ 5:25. സൂര്യൻ നല്ല രസമുണ്ട് കാണാൻ. ഈ മരല്ലെങ്കിൽ കറക്റ്റ് കിട്ടിയത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. കറക്റ്റ് കിട്ടി എന്തായാലും. സരി അയ്യപ്പന്മാരുടെ വണ്ടി ഫ്രെയിമില്. അതെ, നല്ല രസമായിരിക്കുന്നു. അടിപൊളി. നമ്മളെ പൂക്കാനായിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന സ്ഥലം കണ്ട പൂക്കളി നടക്കാനാട്ടാ. നമ്മുടെ മൈസൂർ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഗുണ്ടൽപേട്ടൊക്കെ അടുത്ത് എത്തനോടത്താണ് നമ്മൾ പൂക്കാനായിട്ട് വണ്ടി നിർത്തിയേക്കണത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാ, ഒരു രക്ഷയില്ല. അപ്പോൾ തൂക്കാനായിട്ട് വണ്ടി നിർത്തി ഇനി തൂക്കിയതിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് ശരിക്കും ഈ ലോറി ലൈഫിൽ. അതൊന്നും പല ആൾക്കാർക്ക് അത് അറിയില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. കുറേ കാര്യങ്ങളുണ്ട്, പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യാണ്ട്. ലോറി പായ കെട്ടുന്ന മുതൽ ഒരു ലോറി അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മുടെ നാട് പിടിക്കുന്ന വരെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായ. അത് ഒരിക്കലും ഇത് ലോറിയിൽ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താല്ലേ ഭാരത് ബെൻസിൻ്റെ സൗണ്ട് കണ്ട, അടിപൊളിയല്ലേ. കുഴിയൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിഞ്ഞു. നമ്മൾക്ക് തൂക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇറങ്ങും കേട്ടോ പുറത്തേക്ക്. വണ്ടി മാത്രമായിട്ടാണ് തൂക്കുക. തൂക്കിൽ കഴിഞ്ഞിട്ട് നമ്മളിനിപ്പോൾ പുറത്തേക്ക് എടുക്കുക. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അവിടെ ഈ ഫോറസ്റ്റ് അടയ്ക്കണേക്കാട് മുന്നേ അങ്ങോട്ട് കിടക്കണേ. അപ്പം അതിനാണ് ധൃതി കൂടണേ. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി. എൻ്റെ ഒന്ന് ചായ കുടിക്കാൻ നിർത്തി. ഇവിടെയാണ് നമ്മൾ 9 മണിയാകുമ്പോൾ ഇനി ചെക്ക് പോസ്റ്റ് അടയ്ക്കും. പിന്നെ അടച്ചാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് വണ്ടി നിർത്തണം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്ത് കുടുങ്ങി. പിന്നെ പുലർച്ചെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് പോകണം. ഈ മഴ
വണ്ടികളൊക്കെ ധാരാളം ഉണ്ട്. വലിയ നല്ല തിരക്കാന്നാണ് കേൾക്കണേ. വടകര 139, കോഴിക്കോട് 135, കൽപ്പറ്റ 62. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആയിരിക്കാം നമ്മൾ കിടക്കണം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ സമയം 8 മണിയായി. കറക്റ്റ് സമയത്ത് നമ്മളിവിടെ എത്തി. അതല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ കിടക്കണം. അല്ലെങ്കിൽ വേറെ വഴിയുണ്ട്, കൊട്ട വഴിയിലേക്ക് പോവാം. കൊട്ട പക്ഷേ റോഡൊക്കെ കുറച്ച് മോശമാണ്. നമ്മളങ്ങനെ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ കയറി. ഇനി സ്റ്റെപ്പായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ടേ ഇങ്ങനെ ഹമ്പുകൾ വരും. അതാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് ഇപ്പോഴാണ് ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്യുക. ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടൊക്കെയായിരിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹമ്പുകൾ കൊടുക്കണം. രാത്രി നേരത്ത് 2-3 KSRTC വില കൂടുന്നുണ്ട്. പിന്നെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ കാലത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വിടണ്ട. പക്ഷെ അതിന് മുകളിൽ കൂടെയൊക്കെ കടലിൻ്റെ അടിയിൽ കൂടെ വരെ പാതകളുള്ള കാലത്ത് ഇതിന് മുകളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ പാരലൽ ലൈനൊക്കെ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം റോഡൊക്കെ ശരിക്കും വെച്ചാൽ എത്ര ജീവൻ പോയിണ്ടാവും പലരുടെയും. എന്ന് വരേണ്ട തുരങ്കമാണ് അതൊക്കെ. എനിക്ക് തോന്നുന്നു 10-30 വർഷം മുന്നേ ആ തുരങ്കമൊക്കെ വരാമായിരുന്നു, അല്ലെങ്കിൽ വരായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ജീവൻ പോയിണ്ടാവും, എത്ര ബുദ്ധിമുട്ട് ആൾക്കാർ. അതിലും വലിയ സംഭവമുള്ള കാലത്തേക്ക് എന്തൊക്കെ നടക്കണം നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ അന്ന് വലിയ സംഭവം വലിയൊരു തുരങ്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരില്ല. എല്ലാം അനുഭവിക്കാൻ നമ്മളെ പോലത്തെ കുറേ ആൾക്കാർ. മിക്സിൻ്റെ എൻജിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സൈലൻ്റ് നോയ്സാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. എന്തായാലും നമുക്കിനി ഒരു കാടിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ വെച്ചാൽ രാത്രി നേരത്ത് കുറേ വിഷലെടുത്ത് വെച്ചിട്ട് കൂടിയിട്ട് കാര്യമില്ല. മൃഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ചാടൊക്കെ ക്രോസിങ് ഒക്കെ ഉണ്ടാവും. പകലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗേറ്റ് തുറന്ന് പോകുന്ന നേരത്തെ രാവിലെയൊക്കെ കിട്ടും. മാനൊക്കെ കുറേ കൂട്ടത്തോടെ വരുന്നത് കാണാം. ഇങ്ങനത്തെ വഴികളൊന്നും നിർത്താനേ പാടില്ല. പലരും ചെയ്യണ അബദ്ധം പറഞ്ഞാൽ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ള കുറേ വിഡ്ഢിത്തരങ്ങൾ കാണിക്കും. അത് ചെയ്യാൻ പാടില്ല. അതുപോലെ പ്രകോപനം ഉണ്ടാക്കിക്കുക, ആനേനൊക്കെ കണ്ടിട്ട് ഹോൺ അടിച്ചിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാക്കുക. ലേശം ബോധമില്ലാത്ത മനുഷ്യന്മാർ. എന്താ പറയുക, ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞെങ്കിൽ കാറിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പും ഉണ്ടല്ലോ, ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ തല പുറത്തേക്ക് ഇട്ട് 3-6 ഗ്യാപ്പ് റോട്ടിൽ കൂടെയാണ് കൂടുതൽ കണ്ടാക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് കാറിൻ്റെ ഗ്യാപ്പ് മുകളിലുള്ളത് അങ്ങനെ 3-6 ഗ്യാപ്പ് റോട്ടിൽ ചെയ്യുന്ന അങ്ങനെ വല്ലതും ഉണ്ടാണോ അവിടെ കൂടുതൽ ഇങ്ങനെ കേട്ടേക്കണം. എത്ര കണ്ടാലും പഠിക്കില്ല. നമ്മുടെ നാട്ടിലേക്കാരൊക്കെ കൂടുതൽ പുറമേ നിന്ന് പറഞ്ഞവരൊക്കെ ചെയ്യണമായിട്ടത്. തല അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിട്ട് അല്ലെങ്കിൽ കാറിൻ്റെ മുകളിൽ ബോണറ്റിൻ്റെ മുകളിൽ കയറിയിരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ. എന്തായാലും നമ്മളങ്ങനെ കടന്നു രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കിനിപ്പോൾ ഇത് കാടിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ താമരശ്ശേരി ചുരം കാര്യങ്ങളൊക്കെ ഇറങ്ങണത് കൂടി ഒന്ന് വളരെ പെർഫോമൻസൊക്കെ കാണിക്കാം. പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം പറ്റിച്ച ഇതിൻ്റെ ലോഡ് ഇറക്കണത് കൂടി ഞാൻ കാട്ടിത്തരാം. പറ്റുകയാണെങ്കിൽ നോക്കട്ടെ, എപ്പോഴെത്താന്നറിയില്ല. നമ്മുടെ ഈ മേപ്പാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കുറേ വിഷയമൊന്നും എടുത്തില്ല കേട്ടോ. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോഡ് വെച്ച് കയറുന്നതാണ്. പതുക്കെ അരിച്ചരിച്ച് ഇങ്ങനെ കയറും. അത് ഫസ്റ്റ് സെക്കൻഡ്
സി ഇടാം. അങ്ങനെ ലൈറ്റ് ഇടില്ലേ, വണ്ടി ഓടിക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കയറ്റാനൊന്നും പറ്റുന്ന കാലമല്ലല്ലോ. കംപ്ലീറ്റ് MDMA, കഞ്ചാവ്, മയക്കുമരുന്ന്, എസ്പെഷ്യലി ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ആണെങ്കിൽ അതിനടുത്താണ് നമ്മുടെ അന്ന് ഉരുളൊക്കെ പൊട്ടിയിട്ടുള്ള സ്ഥലമല്ലേ, അതൊക്കെ ഇതിനടുത്താണ്. എനിക്കിപ്പോഴും മനസ്സിലാവാതെ ഉരുള പൊട്ടിയ സ്ഥലം ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. അത് പുരാവസ്തുവൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് വെച്ചൊക്കെ വേണം. അതിപ്പോൾ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഓരോരോ അംഗങ്ങൾ. അതുപോലെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നേക്കണം. വ്ളോഗ് ചെയ്യാൻ പാടില്ല. വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള പൈസ പേര് തരട്ടെ. വൺ റൂട്ടിൽ വ്ളോഗ് ചെയ്യാൻ പാടില്ല അത്ര. ഇതൊക്കെ ആര് ഉണ്ടാക്കണ നിയമമാണ്. അല്ലാതെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും നോക്കാൻ ആളില്ല അവിടെ. ഒരു അക്രമങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ നമ്മൾ വയനാട് ഭാഗത്ത് തന്നെ കണ്ടു. മോക്കലൊക്കെ ഇട്ടിട്ട് ഭയങ്കര വെറുപ്പിക്കലാണ്. 10 മണി, രാത്രി 10 മണി 10:30. ഇപ്പോൾ ഞാനിപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ 10:30 കഴിഞ്ഞിട്ടും വോക്കിലൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ വളരെ മോശം. എന്താ വെച്ചാൽ പലരും കിടന്ന് ഉറങ്ങുന്ന ടൈമാണ്. ഇപ്പോൾ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം ഇതിലത്തെ ഈ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക്. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇത് ഓണർമാർ അറിഞ്ഞിട്ടാണോ അവർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ അറിയില്ല. നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. വെറുപ്പിക്കുന്ന പരിപാടി ചെയ്യില്ലല്ലേ, എല്ലാം ലിമിറ്റ് വേണം. അപ്പോൾ ഇത് ലിമിറ്റ് വിട്ടിട്ട് രാത്രി 11 മണി 12 മണിക്കൊക്കെ വോക്കലിട്ടുണ്ടെങ്കിൽ അത് വോക്കലേന്ന് ഇങ്ങോട്ട് കേൾക്കും സൗണ്ട്. നമ്മൾ പേടിച്ചോണൊരു പെട്ടെന്ന്. ഈ ബുള്ളറ്റിൻ്റെ മുകളിൽ ചില വൃത്തികെട്ടന്മാർ ചെയ്യണതാണ്. കട്ട സൗണ്ട് ഉണ്ടാക്കും. അടുത്തുകൂടെ മറ്റേക്കൊന്ന് ചത്തു പോകും മനുഷ്യൻ. അപ്പോൾ അത് ആർക്കൊന്നും എന്താ വെച്ചാൽ സൈക്കോപാത്തുകളാണ്. ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അതൊക്കെ. കോമൺ സെൻസ് എന്ന് പറയും, അതായത് ഔചിത്യം എന്ന് പറയും, അതില്ലാത്തതിൻ്റെ ഒരു ഇതാണ്. രാത്രി 10:30 കാര്യമെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ ഉറക്കെ വയ്ക്കുമോ? തനി ഊച്ചാളികളല്ലേ അതൊക്കെ ചെയ്യുള്ളൂ. അതിൻ്റെ കുറേ ഊച്ചാളികൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ മേഖലയെ തകർന്നു പോയി. ഇനി കുറച്ച് മേഖല കൂടെ ഉള്ളൂ. വീഡിയോക്കെ അടുത്ത് തന്നെ പൊക്കിക്കോളും. വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ള വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റിരിക്കുന്ന കുറേ ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർ ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആദ്യം പോക്കട്ടെ, എന്നിട്ട് നമ്മളെ പോലത്തെ ചാനലൊക്കെ പോക്കാൻ വന്നാൽ മതി എന്ന് വിനയപൂർവ്വം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണു. അങ്ങനെ പതുക്കെ ഇത് ചെറിയൊരു കയറ്റാണ്. നമ്മൾ 3rd ഗിയർ ഇട്ടിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ വീണ്ടും മാറ്റേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികളൊക്കെ കൂടി പതുക്കെ വലിയ ഇങ്ങനെ കൊടുത്ത് പതുക്കെ അങ്ങനെ മറ്റേ വണ്ടികളുടെ പോലെ ബസ്സൊക്കെ ഓടിക്കുന്ന പോലെ ഇല്ല. അങ്ങനെ കുറേണ്ട് കാലം എടുത്ത് പോകണ്ട. ശരിക്ക് ടൈമിങ്ങിൽ മാറണം. ചേഞ്ച് ചെയ്ത് സെക്കൻഡിലേക്ക് ഫസ്റ്റിലേക്ക് ഇട്ടു. അതാണ് ഒരു മുഴക്കം വന്നത്. ആ ഫസ്റ്റിലേക്ക് കയറണില്ലെങ്കിൽ പിന്നെ സീലിടാൻ പറ്റും. അപ്പോൾ പലർക്കും പലതും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഘട്ടങ്ങളുണ്ടാകാൻ വേണ്ടി വരുള്ളൂ. ടൈമിൽ മാറി പോകാനെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ വണ്ടികളൊക്കെ ഒരുപാട് വില ഇങ്ങനെ മുട്ടിച്ച് ഓടിക്കില്ല. പതുക്കെ കാല് കൊടുത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്ട് പോവുകയാണ് വേണ്ടത്. പ്രത്യേകതയാണ് ഈ ലോറിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ കാറിലൊക്കെ പോകണേ. ഇതൊക്കെ ചെറിയ കയറ്റവും കാറിലൊക്കെ നമ്മൾ മിന്നിച്ച് പോകും. നമ്മൾ ആ സമയത്ത് അറിയില്ല ഇതൊന്നും കയറ്റാണോന്ന്. പക്ഷേ ലോറിയിൽ പോകുമ്പോഴാണ് ശരിക്കും ഇതൊക്കെ ഫീൽ ചെയ്യുക. അത്രയും പതുക്കെ ഇങ്ങനെ നിരങ്ങി ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല. അതിൻ്റെയൊക്കെ മുട്ടി വലിയ മുട്ടി അതിൽ സീക്കിറൊക്കെ ഇട്ടിട്ട് കയറി ചില സാധനം നടന്നു പോവാം. നമ്മൾ കടന്നു പോകും. ചിലപ്പോൾ 3 കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി പോകുന്നുണ്ടാവുക. അങ്ങനെ അപ്പോൾ അതാ പറഞ്ഞത്, ഒരു ലോറിയിൽ പോയിട്ടുള്ളൊരു ഇത് വേണം. SKS അങ്ങനെ കുറേ വണ്ടികൾ പോയി പോകും.
മുന്നേക്ക് ഈ റൂട്ടിൽ വളരെ വണ്ടികൾ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് സ്ലീപ്പർ ബസ്സുകൾ, നൈറ്റ് സർവീസ് ബസ്സുകളൊക്കെ കുറേ ഓടുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും വയറ്റത്തടിക്കാൻ പോവുകയാണ്. ഇനി അധികമൊന്നും സ്ലീപ്പർ വണ്ടികളൊന്നും തന്നെ ഇറങ്ങില്ല. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, കർക്കശായിക്കൊണ്ടിരിക്കുന്നു. ഇൻഡിവിജ്വൽ ടാക്സ് അടച്ചിട്ട് ഇപ്പോൾ കണ്ടില്ല, ഒരു സമരമായിരുന്നു. അത് ഇൻഡിവിജ്വൽ ടാക്സ് അടയ്ക്കണം. ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ കേരളം അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ഇന്ത്യയിൽ പെട്ട സ്ഥലങ്ങളല്ലേ എന്ന് ചോദിക്കണേ. എന്ന് വെച്ചാൽ AITP എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഓടാമല്ലോ. അപ്പോൾ അത് ഉണ്ടായിട്ട് വീണ്ടും ഇൻഡിവിജ്വൽ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സമരം ചെയ്തത്. പക്ഷേ അതിനൊന്നും ഒരാളും ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അതിൽ മന്ത്രിമാരൊന്നും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർ റേറ്റ് കൂട്ടിയിട്ട് ഓടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടത്. ഓടിക്കട്ടെ, അങ്ങനെ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താലും പബ്ലിക്കിനാണ് ഇത് ബുദ്ധിമുട്ട് മാത്രം വരുന്നത്. അത് മനസ്സിലാക്കണില്ല. ഏറ്റവും വളവും കൂടിയിട്ടുള്ള ടെറൈനാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മൾ കുറേ കാട്ടിയില്ല. ഇനിയിപ്പോൾ കുറച്ച് ഇറങ്ങണ ഭാഗങ്ങളൊക്കെ ഇനി വയനാട് നമ്മുടെ താമരശ്ശേരി ചോര ഇറങ്ങുന്നതൊക്കെ ഞാൻ കുറച്ചൊരു ചെറിയൊരു ക്ലിപ്പ് ഇടാം. രാത്രി ഞാൻ ഒരുപാട് നമ്മൾ എടുക്കണില്ല. എന്ന് വെച്ചാൽ ഇതിൽ ക്ലാരിറ്റി കിട്ടില്ല. അതായത് ഇതിൽ ശരിക്കും വിഷ്വലി കറക്റ്റ് കിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റിട്ടാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് വലിയ വണ്ടിയല്ലേ, മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടാകും. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഔചിത്യം എന്ന് പറഞ്ഞ സാധനം വേണം. നമ്മുടെ ബുദ്ധികൾക്ക് അത് ഉണ്ടാവില്ല. നമുക്ക് ബുദ്ധികളെ കൊണ്ട് നമ്മളത് ചെയ്യണം. നമ്മളതുകൊണ്ട് ഏറ്റിട്ടുണ്ടാന്ന് പറഞ്ഞു. മനസ്സിലായ നമ്മുടെ എൻജിൻ ബ്രേക്ക് ഇട്ടിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങുകയാണ് നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ. എൻ്റെ ഫസ്റ്റ് ഈ നമ്മുടെ ഈ അടിവാര കാഴ്ചകളൊക്കെ കാണുന്ന ഭാഗമാണത്. എന്ത് രസം അടിവാരം. പോണത് സൗണ്ട് വ്യത്യാസമൊക്കെ പിടിച്ചിട്ട് എൻജിൻ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ചില എൻജിൻ താങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. മഴക്കാലത്ത് ഭയങ്കര സീനാണ് ഈ ഏരിയയിൽ. ഇവിടെ ആൾക്കാർ ഇവിടെ നിന്ന് നിർത്താനും സമ്മതിച്ചിരുന്നില്ല. സമയം ഇപ്പം എത്ര കഴിച്ചിട്ട് 11:30 കഴിഞ്ഞു. ഇതിൻ്റെ ഇവിടെ അതിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കെർവ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ആക്സിൽ കുത്തും ഈ വണ്ടിയുടെ. അതൊരു ഹൈലൈറ്റ് ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയത്. അത് കഴിഞ്ഞാൽ വീണ്ടും താഴെ ചെയ്യും. അതിൻ്റെ ഒരു സെറ്റപ്പ് ഈ വണ്ടിയുടെ.
നമുക്ക് പെട്ടെന്ന് ബെൻഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓടിഞ്ഞിട്ട് കിട്ടാനൊക്കെ ഓട്ടോമാറ്റിക് താഴും. നല്ല പരിപാടിയാണ്. അതാണ് അതിൻ്റെ ഇഞ്ചിൻ ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച് ഇറങ്ങുന്നത് കണ്ടില്ലേ? വണ്ടിക്ക് സൗണ്ട് വ്യത്യാസം നമുക്ക് കിട്ടും. നമ്മുടെ ഗിയറിലിറക്കണം എന്ന് പറയാം. ഗിയർ കയറ്റം തന്നെ ഇറക്കുമ്പോഴും അതന്നെ യൂസ് ചെയ്യാമെന്നാണ് പറയുക. പക്ഷേ ഈ ഇഞ്ചിൻ ബ്രേക്കൊക്കെ ഉള്ള കാരണം കുറേ വീല് ചൂടാവണതും ഒക്കെ കുറേ ബെറ്ററായി നന്നായി പിന്നെ വീല് ചൂടാവുന്നില്ല. ഇഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് ഇറങ്ങിയാൽ സേഫാണ്. പിന്നെ വണ്ടി പതുക്കെ കുറച്ച് നേരം കൂടുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല, സേഫാണ്. അത് വ്യക്തമായിട്ടൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് ഞാനത് കംപ്ലീറ്റ് വീഡിയോ എടുത്തത്. അല്ല, താമരശ്ശേരി ചുരം കാണിക്കാൻ ഉദ്ദേശത്തിലല്ല ഈ വീഡിയോ എടുത്തേടാ. സൗണ്ട് കുറച്ച് കൂടുതലെന്തെന്ന് വെച്ചാൽ നമ്മൾ AC ഇപ്പം ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടും ചുരല്ലേ, ചുരത്തിലെപ്പം നോക്കിയാലും ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം എൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞേക്കണം. വണ്ടി ഐലൻഡ് ഇഞ്ചിൻ ബ്രേക്കിൽ നിന്ന് ഇറങ്ങുന്നത് അതും പതുക്കെ, പക്ഷെ അത് ഐലൻഡാണ്. ചില ആൾക്കാർ ഡിമ്മിനാക്കില്ല. ഡിമ്മ് എന്തിനാണ് ഇൻഡിക്കേറ്ററും ഡിമ്മി ചെയ്യാനുള്ള ബട്ടൺ എന്തിനാന്ന് പോലും അറിയാത്ത കുറേ പരമാവധി ഡ്രൈവർമാരുണ്ട്. സംസ്കാരമില്ലാത്ത ഡ്രൈവിംഗ് എന്ന് പറയും ഇങ്ങനത്തെ ആൾക്കാരെ. വേറൊന്നും വിളിക്കില്ല. തനിയല്ല പോലെ അധികം തന്നെ വിളിക്കലുമാരൊക്കെ. നമുക്ക് ഡ്രൈവിങ്ങിൽ സംസ്കാരമാണ് വേണ്ടത്. പരസ്പരം ബഹുമാനിക്കാനുള്ളൊരു സംസ്കാരം. ചില ഏരിയയിൽ തീരെ സ്ഥലമില്ല.
അതെ, ഇപ്പൊ ലോഡ് ഇപ്പൊ സമയം 12 മണിക്ക് നമ്മള് ലോഡ് വെച്ചിട്ടൊന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് വണ്ടി എടുത്താട്ടോ. അപ്പോ നല്ല സെറ്റാണ്. ഓടിക്കുമ്പോൾ അത് വേറൊരു ഫീലാട്ടോ ശരിക്കും. പിന്നെ ക്ലസ്റ്ററിലെല്ലാം കാണിക്കും എങ്ങനെയുണ്ട് പോകുന്നൊക്കെ. ബ്രേക്കിങ് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ലോഡ് വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അതുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പറ്റി ലോഡ് വെച്ചിട്ട്. ബെഞ്ചും ബ്രേക്ക് ഓൺലൈനായി കിടക്കണല്ലേ? അപ്പോൾ ഉള്ള റോഡ് ഇപ്പോൾ വിജനായിട്ടുള്ള അവസ്ഥ. എന്തായാലും ഭാരത് ബെൻസ് സൂപ്പറാട്ടോ. ഭയങ്കര നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ലൈലൻ്റൊക്കെ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, എന്നാലും ബുദ്ധിമുട്ടുണ്ട്. വേറെ വശം വലിയ വണ്ടി റോഡ് വെച്ച് ഓടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ്, ടാസ്ക്കാണ്. ലോഡ് വയ്ക്കുമ്പോഴേ നമുക്ക് ബ്രേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ബ്രേക്ക് അങ്ങനെ ചവിട്ടി നിൽക്കില്ല, ശ്രദ്ധിച്ച് ചവിട്ടണം. അതുപോലെ ബെൻഡൊക്കെ എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം ബെൻഡുകളൊക്കെ.
നമ്മുടെ സുഹൃത്ത് ഫുൾ സപ്പോർട്ടാണ്. മൂപ്പരാണ് എല്ലാം എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ സമയത്തിലേക്ക് 1 മണിയായ സമയം 1 മണിയാവുന്നു. 1:15. വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റാ. സ്മൂത്താണ്. അങ്ങനെ നമ്മുടെ വണ്ടി വിട്ട് പിരിയാണ് കേട്ടോ. വിട്ട് പിരിയാൻ മീൻസ് അവർ ലോഡ് ഇറക്കാനായിട്ട് ഞാൻ കുന്നമംഗലത്ത് ഇറങ്ങുകയാണ്. കോഴിക്കോട് വരെ പോകണില്ല. അവർ കോഴിക്കോട് പോയിട്ട് ലോഡ് ഇറക്കും. 2 സ്ഥലങ്ങളിലായിട്ടാണ് ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ നമ്മളവിടേക്ക് പോകണില്ല. നാളെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങുകയാണെന്ന്. അപ്പോൾ കുറച്ച് ചെറിയൊരു റോഡ് ലൈഫാണെങ്കിലും ഈ വണ്ടി വിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ബദറിന് വിട്ട് പോകുമ്പോൾ വിഷമമുണ്ട്. എന്തായാലും ഞാൻ ബദറിൻ്റെ കൂടിയും ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വണ്ടർഫുള്ളിലേക്ക് കയറാം. എന്നും പറഞ്ഞ പോലെ ഇനി യാത്രയില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ അല്ല, ഒരു ട്രിപ്പിൽ കാണാം. സെറ്റാക്കാം. അതുപോലെ തന്നെ ഞങ്ങളൊരു ബൈക്ക് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങളിങ്ങനെ പേഴ്സണലി ഇപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ അതിന് വിളിക്കാം. പിന്നെ ഇടയ്ക്ക് വിളിക്കുമോ അപ്പോൾ? അപ്പോൾ എന്തായാലും 2-3 ദിവസം നമ്മളിതിൽ അല്ലേ ഒരു ചെറിയ ട്രിപ്പാണെങ്കിലും ഭയങ്കര ഒരു മിസ്സിങ് തോന്നുന്നു. വണ്ടി മിസ്സിങ് തോന്നുന്നു, നിങ്ങൾ മിസ്സിങ് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോയിക്കോട്ടെ. ആൾക്ക് ഇനി അവിടെ പോയിട്ട് ലോഡ് ഇറക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ലോഡ് ഇറക്കുന്നിടത്തേക്ക് പോകണില്ല, ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും. ഇനിയും വണ്ടികളൊക്കെ ഇനിയും വിളിക്കും. ഇനി കാണാം. അപ്പോൾ ആളുടെ ഇൻസ്റ്റാഗ്രാം ID എന്താണ്? നമ്മുടെ ഡി കമ്പനിയുടെ അതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റയിലൊക്കെ ആളെ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടുണ്ട്, കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ ബദറെ, യാത്രയില്ല. ഇപ്പൊ ഇന്ന് സമയം ഇപ്പൊ എത്രയായി? 1 മണി അല്ലേ? 1:45. ആലോചിച്ച് 2 മണി നേരത്താണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ.